ഗുഡ് ഈവനിങ് എവറി വൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം നിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ്. അച്ഛൻ മകൾ റിലേഷൻ എങ്ങനെ ആയിരിക്കണം, ആ ഒരു ബന്ധം എങ്ങനെ മുമ്പോട്ട് പോകണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരു അച്ഛൻ മകൾ ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മകളെ കേൾക്കാൻ തയ്യാറാവുക, അതാണ് ഒരു ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഓൾവേസ് ബി വില്ലിങ് ടു ലിസൺ. നമ്മൾ പലപ്പോഴും അച്ഛന്മാർ എന്ന് പറയുന്നത് കുറച്ചൊക്കെ സ്ട്രിക്റ്റാണ്, അല്ലെങ്കിൽ കുറച്ച് റൂഡാണ്, കുറച്ച് ദേഷ്യമുണ്ട് എന്നൊക്കെ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ഫാദർ അങ്ങനെയാണ് എന്നതിൽ നമ്മൾ സിനിമയിൽ കാണുന്ന അച്ഛന്മാരോട്, ആ ഒരു കഥാപാത്രം അഭിനയിക്കുന്നവരോട് നമുക്കൊക്കെ വളരെ ഒബ്സഷൻ കലർന്ന ആരാധനയാണ്. അത് നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണെന്നും പറയാം, ദോഷമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. പക്ഷെ നമുക്ക് നമ്മളെപ്പോഴും പറയും, ഫ്രണ്ട്സിൻ്റെ അച്ഛനെ പോലെ ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപഴകുന്ന, നല്ല ഫ്രീഡമുള്ള, വളരെ മനസ്സിലാക്കുന്ന ഒരു അച്ഛനെയാണ് കൂട്ടുകാരിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു അച്ഛനെ കിട്ടിയിരുന്നെങ്കിൽ മിക്ക കുട്ടികളും വീട്ടിൽ വന്ന് അച്ഛന്മാർ കേക്ക് തന്നെ അവരോട് പരാതി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കേ, അപ്പോൾ അവർ ചിന്തിക്കും, ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്താ ഒരു കുറവെന്ന് ചിന്തിക്കുന്ന അച്ഛന്മാരുണ്ട്, പേരൻസ് ഉണ്ട്. മിക്ക പേരൻസും തന്നെ, അതായത് അച്ഛന്മാർ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നത് മിക്കയിടത്തും കേൾക്കുന്ന ഒരു കാര്യമാണ്. അവരെ ലിസൺ ചെയ്യാനായിട്ട് വില്ലിങ് ആവുന്നില്ല. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ തിരക്കാണ്, ജോലിയുണ്ട്, പിന്നെ വരാം, പിന്നെ കേൾക്കാമെന്ന് പറഞ്ഞ് അവരിങ്ങനെ തഴയുന്നതല്ലാതെ കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതും ഈ ഫസ്റ്റ് പോയിന്റിലാണ്. ഒരു നല്ല ബീയിങ് എ ഗുഡ് ലിസണർ ആയിരിക്കുക. ഓൾവേസ് ബി വില്ലിങ് ടു ലിസൺ. പിന്നെ മകൾക്കൊപ്പം സമയം ചിലവഴിക്കുക. സ്പെൻഡ് ടൈം വിത്ത് ഡോട്ടർ. നമ്മുടെ മകളുടെ അടുത്ത് സമയം ചിലവഴിക്കാൻ നമുക്ക് മടി കാണിക്കേണ്ട കാര്യമില്ല സത്യത്തിൽ. കാരണം അവരുടെ കൂടെ സമയം ചിലവഴിക്കുന്ന, നമ്മുടെ ഒപ്പം അടുത്ത് അവരുള്ളത് ചുരുങ്ങിയ സമയത്താണ്. ഒരു ഏജ് കഴിഞ്ഞാൽ അവർ പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ദൂരെ എവിടേക്കെങ്കിലും പോകും. പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ, മാരേജ് കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്ത്, നമ്മളാണ് അച്ഛൻ്റെ സ്ഥാനത്തെങ്കിലും മറ്റൊരു അച്ഛനെ അവിടെ കിട്ടുകയാണ്. സ്വാഭാവികമായിട്ടും പിന്നെ അവിടെ ആയിരിക്കും. പിന്നെ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ്, 50% പോലും ഇല്ല. എന്നാൽ പോലും ആ സ്നേഹിക്കാനുള്ള സമയപരിധി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയം അത്രയും എന്താ പറയണേ, കാർഡ് കളിക്കുക, പിന്നെ ദംഷ്രാറ്റ്സ് കളിക്കുക, പിന്നെ പുറത്തെവിടെയെങ്കിലും ഒന്ന് ഈവനിങ് വോക്ക്, വെറുതെ കവല വരെയോ അല്ലെങ്കിൽ പറമ്പ് വരെയോ അല്ലെങ്കിൽ റോഡ് വരെയോ ഒന്ന് നടക്കാൻ പോകും. മകളുടെ കൈയൊക്കെ പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അവളെ കേട്ടുകൊണ്ട് അവളുടെ ഒപ്പം കുറച്ച് സമയം ചിലവഴിക്കുക. ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ ഭയങ്കര ടയേർഡാണ്, അല്ലെങ്കിൽ അവൾ സ്ട്രെസ്ഡാണ്. അവളേക്കാൾ മുമ്പ് അവളെ മനസ്സിലാക്കാൻ പറ്റണം. അവളുടെ മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ അവളുടെ ബുദ്ധിമുട്ടുകൾ, അവളുടെ പെയിൻ, അവളുടെ ഫ്രസ്ട്രേഷൻ, അവളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കാരണങ്ങൾ, സംഭവങ്ങൾ, ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് അച്ഛന്മാർ കുറച്ചുകൂടി ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പെൺമക്കൾ, അതായത് എന്നെ ഉൾപ്പെട്ട പെൺമക്കളുടെ സമൂഹം ആഗ്രഹിക്കുന്നത് ഉപാധികളില്ലാത്ത സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവ്. നമ്മുടെ അച്ഛന്മാരുടെ അടുത്ത് നിന്ന് എത്ര സ്നേഹം കിട്ടിയാലും നമുക്ക് മതിയാവില്ല. പിന്നെയും 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 വേണമെന്ന് ആഗ്രഹിക്കും. നമുക്കും അമ്മയോട് സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ്റെ കുട്ടി, അച്ഛൻ്റെ മകളാണ് ഞാനെന്ന് പറയുന്നത്, അങ്ങനെ പറയുന്ന ഒത്തിരി, അതിൽ അഹങ്കരിക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ മകളാണ്, അച്ഛൻ മോളാണെന്ന് പറയും. അപ്പോൾ വളരെ അൺകണ്ടീഷണൽ ലവാണ് പല പെൺമക്കളും അച്ഛന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ചിലയിടത്തത് കിട്ടും, ചിലയിടത്തത് കിട്ടില്ല. അപ്പം നമ്മൾ കൊടുക്കേണ്ടതും അൺകണ്ടീഷണൽ ലവ്. നമ്മളിങ്ങനെ ഈ സ്നേഹം ഇങ്ങനെ പൊതിഞ്ഞ്, ഒരു റാപ്പറിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചൊരു സാധനം പൊതിഞ്ഞ് വെക്കുന്ന പോലെ പൊതിഞ്ഞ് വെച്ചിട്ട് കാര്യമില്ല. കാരണം എടുക്കാത്ത പണം, എന്താ പറയുക, കൊടുക്കാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണ്യം പോലെയാണെന്നാണ് പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി പറഞ്ഞത്. അപ്പോൾ പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയം പോലെ വേണോ, അത് ഉപാധികളില്ലാതെ സ്നേഹിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഒപ്പീനിയനാണ്. പിന്നെ മകളുടെ വികാരങ്ങൾ മനസ്സിലാക്കുക. അക്നോളജ് ഹർ ഇമോഷൻസ്. എന്താണ് അവളുടെ ഇപ്പോൾ കറണ്ട് ഇമോഷൻ, എന്താണ് അവളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, എന്താണ് പലപ്പോഴും പല പേരൻസും ശ്രദ്ധിക്കാതെ പോകുന്നത്. കാരണം വൈകുന്നേരം വരുമ്പോൾ ചിലപ്പോൾ കൂളായിട്ടായിരിക്കില്ല അവൾ വരുന്നത്. അവൾ ഡള്ളായിരിക്കും, സ്ട്രെസ്ഡ് ആണെന്ന് പറയുമ്പോൾ ഇതിലും കൂടുതൽ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്നും അല്ല, കഷ്ടപ്പാടൊന്നും അല്ലെന്ന് പറഞ്ഞ് കളിയാക്കി വിടുന്നതിനേക്കാളും അവളോട് എന്താണ് അവസ്ഥ എന്ന് അവളെ അരികിൽ വിളിച്ചിരുത്തി അത് ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്.
പേഴ്സണലി അങ്ങനെ ആഗ്രഹിക്കുന്ന ഒത്തിരി പെൺകുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇമോഷണലായിട്ടൊരു സപ്പോർട്ട്, വൈകാരിക പിന്തുണ എൻ്റെ അച്ഛനുണ്ട്. എന്തിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണം, എല്ലാ അച്ഛൻ തന്നെ ചെയ്തു കൊടുക്കണം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, ഒരു സ്കഫോൾഡിങ്, അവർക്കൊരു താങ്ങ്, ഒരു ചെറിയ താങ്ങ് കൊടുത്ത് ഒരു സപ്പോർട്ട് കൊടുത്താൽ കയറി പോകുന്ന കുട്ടികളുണ്ട്. അല്ലാതെ അവർക്ക് നേരെ മുഖം തിരിച്ച് അച്ഛൻ എന്നത് ഒരു വലിയ സംഭവം, വലിയൊരാളാണ്, അത് ഇങ്ങനെ തന്നെ ഇരിക്കണം, ഈ ഒരു ഇമേജിൽ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിൽ ഇരിക്കണം എന്നുള്ളത് പണ്ട് മുതലേ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ കടന്ന് വന്നു പോയി നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൂൾ ഡാഡി, ഒരു ഡാഡി കൂളിനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. പക്ഷെ നമ്മളത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് മാത്രമുള്ള ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ട് മാത്രം നമ്മളിൽ ഒതുങ്ങും. നമ്മുടെ കൂട്ടുകാർ അതിലൊതുങ്ങും. നമ്മൾ പലപ്പോഴും വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി ഇവരെക്കുറിച്ചൊക്കെ സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ രീതികൾ എങ്ങനെയാണ്, ഇടപഴകുന്നതൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയും. പലപ്പോഴും ചേട്ടന്മാർ, അനിയത്തിമാരൊക്കെ കൂട്ടുകാരുടെ വീടുകളിലൊക്കെ അവർ തമ്മിൽ നല്ല ബോണ്ടിങ് ആയിരിക്കും. വിളിച്ചാൽ ഉടനെ വരും, അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും, അത് വാങ്ങിക്കൊടുക്കും, ഇത് വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഇത് കേട്ടിരിക്കുന്ന ആളുടെ വീട്ടിൽ ചിലപ്പോൾ ചേട്ടൻ മുഖത്തേക്ക് പോലും നോക്കത്തില്ല, മിണ്ടത്തില്ലാത്തൊരവസ്ഥയായിരിക്കും. അവൾക്കിതൊന്നും ചേട്ടനിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പോസസീവ്നെസ് ഉണ്ടാവും, ജെലസ് ഉണ്ടാവും. എന്നാൽ പോലും ആ കുട്ടി ഇങ്ങനെ മനസ്സിലാഗ്രഹിക്കും, ദൈവമേ എനിക്ക് അവളുടെ ചേട്ടനെ കിട്ടിയെങ്കിൽ ഈ ഒരു ജന്മം, ഇനി എനിക്ക് അവനെ വേണ്ട, എനിക്ക് അങ്ങനെ ഒരു ചേട്ടനെ വേണ്ട, എനിക്ക് കൂട്ടുകാരിയുടെ ചേട്ടനെ മതിയെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇതിങ്ങനെ പറഞ്ഞു, അവളിങ്ങനെ സങ്കടം പറഞ്ഞത് അപ്പോഴും ദേഷ്യപ്പെടുക, നിനക്ക് ഞാൻ അപ്പനായ എന്താ കുഴപ്പം, എനിക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ച് ആവശ്യമില്ലാതെ ചൂടാവുന്നതിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു അച്ഛൻ മകൾ ബന്ധം എങ്ങനെ ആയിരിക്കരുതെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടിയെ, അതിപ്പോൾ നമ്മുടെ മകനോ, ഇവിടെ ഇപ്പോൾ സബ്ജക്റ്റ് മകളാണ്, എന്നാൽ പോലും കർശനമായിട്ട് നിയന്ത്രിക്കുന്നത് ശരിയല്ല. ഒരു പട്ടിയെ കൂട്ടിലിട്ടതുപോലെ വളർത്തുന്നത് പോലെ മക്കളെ വളർത്താതിരിക്കുക, കൺട്രോൾ ചെയ്യണം. ഒരു പിടി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ മറുപിടി കയ്യിലുണ്ടാവണം, എല്ലാം ശരിയാണ് സ്വന്തം മക്കൾ. എന്നാൽ പോലും ഒത്തിരി ശ്വാസം മുട്ടിച്ച് കഴുത്തിലൊരു കുരുക്കും കയ്യിലും കാലിലും കുറുക്കിട്ട് മുറുക്കിയോണം അങ്ങനെ കൊണ്ട് നടക്കരുത് മക്കളെ. കാരണം അവരൊരിക്കലും ഒരു പെറ്റല്ല, നമ്മുടെ സ്വന്തം മക്കളാണ്. പിന്നെ തൻ്റെ ഒപ്പം സമയം ചിലവഴിക്കുന്നു എന്ന്, ഇപ്പോൾ ഒരു പേരൻ്റ് പെട്ടെന്ന് അവരിലൊരു ചേഞ്ച് വരും. അത്രയും നാളും സമയം ചിലവഴിക്കുന്നില്ല എന്ന് കുട്ടി വിശ്വസിച്ചിരുന്ന പേരൻസ് നമ്മുടെ കൂടെ സമയം ചിലവഴിക്കുകയാണ്. അപ്പോൾ കുട്ടി വിശ്വസിക്കുകയാണ് എൻ്റെ പേരൻസ് മാറി, അപ്പോൾ ഇപ്പോൾ ഉള്ള പേരൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷേ അങ്ങനെ സമയം ചിലവഴിക്കുന്നു എന്ന് കുട്ടിയെ ധരിപ്പിക്കുന്ന പേരൻസ് അവിടെയും കുട്ടിക്ക് കൺട്രോൾ വയ്ക്കുകയാണ്. കുട്ടിയെ പരമാവധി ഇവരിലേക്ക് തന്നെ ഒതുക്കുകയാണ്. പുറത്തേക്കുള്ള വാതിലുകളെല്ലാം അടച്ചു പൂട്ടി വളരെ സേഫ് ആൻഡ് സെക്യൂറായിട്ട് കുട്ടി ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് മുറുക്കി പേരൻസിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണ്. അങ്ങനെ ഈ സംസാരിക്കുന്നതിനുള്ളിൽ പേരൻസിനെ മാത്രം സ്നേഹിക്കുക, പേരൻസിനെ മാത്രം കരുതുക, പേരൻസ് മാത്രം പറയുന്നത് കേൾക്കുക, ആ കൂട്ടുകാർ വേണ്ട, ഈ കൂട്ടുകാർ വേണ്ട, അവരെ വിട്ടേക്കുക, അങ്ങോട്ട് പോകണ്ട, അവിടെ ഫുഡ് കഴിക്കാൻ പോകുന്ന മോശമാണ്, ഇവിടെ പോകുന്നത് കൊള്ളില്ല, അത് കാണരുത്, ഇത് കാണരുതെന്നൊക്കെ പറഞ്ഞ് കുട്ടിക്ക് ഉള്ളിൽ കുട്ടി അങ്ങോട്ട് വിശ്വസിപ്പിക്കുകയാണ് ഇവരാണ് എല്ലാം എന്ന്. പേരൻസ് ആണ് എല്ലാം, ശരിയാണ്, സമ്മതിക്കുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ ഒത്തിരി ഓവറായിട്ട് കൺട്രോൾ ചെയ്യരുത്. അപ്പോൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്ത് കഴിയുമ്പം അവിടെ വിള്ളൽ വീഴുന്നത് അച്ഛൻ, മകൾ, മകൻ, അങ്ങനെ ആ ഒരു പേരൻറ്റിക്കൽ റിലേഷനിൽ വിള്ളൽ വീഴുന്നത് പെട്ടെന്നായിരിക്കും. അങ്ങനെ ഒരു ഓവറായിട്ടുള്ള കൺട്രോളിങ് വരുമ്പം അവിടെ ഒരു വിള്ളൽ വീഴും. പിന്നെ ഒരച്ഛൻ തൻ്റെ മകൾക്ക് ആരായിരിക്കണം? പെൺമക്കൾ അച്ഛന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നിരുപാധികമായ സ്നേഹം മാത്രമാണ്. അച്ഛൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ട് എന്ന തോന്നലാണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അച്ഛൻ മകൾക്ക് മികച്ചൊരു സുഹൃത്തായിരിക്കുക. എൻ്റെ അച്ഛൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊരു കുട്ടിക്ക് പറയാൻ സാധിക്കണം. ഞാൻ ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയുകയാണ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പേരൻസിനെ ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. ഞാൻ കുട്ടികൾക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ കൊടുക്കാൻ, ഒരു മോട്ടിവേറ്റർ ആകണമെന്ന് കൂടി ഉള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ വഴി വീഡിയോ ഇടുന്നതേ ഉള്ളൂ. അതിൽ പേരൻസിനെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ സോറി പറയുകയാണ്. എനിക്ക് അങ്ങനൊരു കമൻറ്റ് കിട്ടി എൻ്റെ ചാനലിലല്ല, അല്ലാതെ പുറത്ത് വെച്ച് എനിക്ക് അങ്ങനെ പേഴ്സണലി ഒരാൾ എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ തുറന്ന് പറയുന്നത്. ഞാൻ പേരൻസിനെ ഒരിക്കലും ഹേർട്ട് ചെയ്യല്ല.
പേരൻസിൽ നിന്ന് എല്ലാം കിട്ടുന്ന കുട്ടികളുമുണ്ട്, ചില കിട്ടാത്ത കുട്ടികളുമുണ്ട്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും പേരൻസിനെ ഹേർട്ട് ചെയ്യാനല്ല. അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ചിന്തിക്കാനുള്ളൊരു ടൈമായിട്ടാണ്. ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരു ദൂതൻ പോലെയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിലേക്ക്. അപ്പോൾ ഞാൻ ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല. ഇനി തുടരുകയാണ്. പേരൻ്റ്, അച്ഛൻ ഒരു റോൾ മോഡലായിരിക്കുക. എല്ലാവരും സച്ചിനാവണം, ഇന്നാരാവണം, അവരാവണം, ഇവരാവണം എന്ന് പറയുന്നതിനേക്കാൾ എനിക്കെൻ്റെ അച്ഛനാവണം, എനിക്കെൻ്റെ അച്ഛനെ പോലെ ആകണം, റോൾ മോഡലാവണം എന്ന് ആൺകുട്ടികൾക്ക് അവരുടെ എല്ലാമാണ് അച്ഛൻ, അല്ലെങ്കിൽ അമ്മ. ആൺകുട്ടികൾക്ക് അമ്മ, പെൺകുട്ടികൾക്ക് അച്ഛൻ. അപ്പോൾ എല്ലാവരോടും അച്ഛൻ കഥാപാത്രം വളരെ കുട്ടികൾക്കിടയിൽ വളരെ ഒബ്സസ്ഡ് ആയ ഒരു ക്യാരക്ടറാണ്. കുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു ടോപ്പിക്ക് അച്ഛനായിരിക്കാം. പിന്നെ ഒരു മകളിലെ അപൂർണതകളെയും സ്നേഹിക്കാൻ അച്ഛന് സാധിക്കണം. അവളുടെ പൂർണ്ണതകളെ മാത്രമല്ല, അപൂർണതകളെയും മനസ്സിലാക്കി അതിനെ സ്നേഹിക്കാൻ സാധിക്കണം. പിന്തുണ നൽകിക്കൊണ്ടേയിരിക്കുന്ന ഒരച്ഛൻ മകൾക്ക് എന്നും അഭിമാനമാണ്. അവളെ പിന്തുണയ്ക്കണം. അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാദർ, ആ ഫാദറിനെ ആ മകൾ എന്നും എക്കാലത്തും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ സിനിമയിൽ കാണുന്ന അച്ഛൻ കഥാപാത്രങ്ങളോട് മക്കൾക്ക് ഇഷ്ടം തോന്നാൻ കാരണം കുട്ടികളിലത് വല്ലാത്തൊരു ഒബ്സഷനായി മാറി. അതൊരു വല്ലാത്ത ഇഷ്ടം, ഒരു ഭ്രാന്തമായ ഇഷ്ടത്തിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയാനായിട്ട് അതൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഹാരി പോട്ടർ സീരീസിൽ അച്ഛൻ്റെ കഥാപാത്രം അഭിനയിച്ച ആർത്തർ വെല്ലസ്ലി അച്ഛനായി വേണമെന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കഥാപാത്രം ഇതായിരുന്നു. കാരണം ആ കഥാപാത്രം ആ സിനിമയിൽ അഭിനയിക്കുന്നത് മക്കളുടെ കൂടെ എപ്പോഴും ആ കഥാപാത്രം സമയം ചെലവഴിക്കാറുണ്ട്, മക്കളെ എന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്കൊപ്പം കളിച്ചിരികളിൽ ഏർപ്പെടുന്നുണ്ട്. ഇത് സിനിമ കണ്ടിറങ്ങി ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞതാണ് ആർത്തർ വെല്ലസ്ലിയെ പോലെ ഒരു ഫാദർ വേണമെന്നുള്ളത്. അതുകൂടാതെ എന്നെ അറിന്താൾ എന്ന് പറയുന്നൊരു തമിഴ് സിനിമയുണ്ട്. അതിലെ തമിഴ് നടൻ അജിത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സത്യദേവ് എന്നാണ്. മകള് ഇഷ, അനിഖ, അവർ തമ്മിലുള്ള അച്ഛൻ മകൾ ബോണ്ടിങ്. പിന്നെ അതിരൻ എന്ന സിനിമയിൽ നിത്യ, സായി പല്ലവി കുറച്ച് ഫിസിക്കലി മെൻ്റലി അബ്നോർമലായൊരു ക്യാരക്ടറാണ്. അച്ഛൻ ജയനാരായണ വർമ്മ, രഞ്ജി പണിക്കരുടെ ക്യാരക്ടറാണ്. അവളെ ആ ഒരു അവസ്ഥയിൽ നിന്ന് കളരി പഠിച്ച് പയറ്റ് തെളിഞ്ഞ ഒരു യോദ്ധാവാക്കി മാറ്റാൻ ആ അച്ഛൻ എടുക്കുന്ന സ്ട്രഗിള്. അതുകൂടാതെ അച്ഛന് മകളോടുള്ള സ്നേഹം, മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം. ഓം ശാന്തി ഓശാനിൽ പൂജ, നസറിന് അഭിനയിച്ചൊരു ക്യാരക്ടറാണ്. രഞ്ജി പണിക്കർ സാർ അതിൽ മാത്യൂസ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. അവർ ഡാഡി കൂള്, ഡോട്ടർ, ഭയങ്കര സ്നേഹമാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ കരയിച്ചത് അജിത്തിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞ മൂവിയാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. അതിൽ തൂക്കുദൂരൈ എന്ന ക്യാരക്ടറാണ് അജിത്ത് ചെയ്യുന്നത്. മകൾ അനിക ശ്വേതയുടെ ക്യാരക്ടറാണ്. അതിൽ അച്ഛൻ മകൾ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ മകൾക്ക് എതിരെ ഒരാൾ, മകൾക്ക് ആപത്തായി എന്ന് ഒരാൾ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ആ ആളെ മുച്ചൂടും നശിപ്പിക്കാൻ, മകൾക്ക് കാവലായിട്ട് നിൽക്കാൻ, ഒരു കവചം, ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ട് നിൽക്കാനായിട്ടാണ് അയാൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഈ സിനിമയിൽ കാണുന്ന അച്ഛൻ കഥാപാത്രങ്ങളോട് മക്കൾക്ക് ഇഷ്ടം തോന്നാനുള്ള പ്രധാന കാരണം. കാരണം എന്തിനും അച്ഛനുണ്ട് അല്ലെങ്കിൽ അച്ഛനൊപ്പമുണ്ട് എന്നൊരു ചിന്താഗതി കുട്ടികൾക്കുണ്ട്. എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ, ഒന്ന് വീഴുന്നതിന് മുമ്പ് താങ്ങി നിർത്താൻ അച്ഛനുണ്ട്. ഒരു മുറിവ് പറ്റിയാൽ ആ മുറിവിന് കാരണക്കാരൻ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥലം, സന്ദർഭം, അതിനെ നശിപ്പിക്കാൻ എന്തോ ഒരു സൂപ്പർ ഫോഴ്സാണ് അച്ഛൻ, അല്ലെങ്കിൽ ഒരു സൂപ്പർ പവറാണ് അച്ഛൻ എന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ്. അതാണ് ഈ ഒരു സിനിമാ ക്യാരക്ടേഴ്സിനോട് ഒബ്സഷൻ തോന്നാനുള്ള പ്രധാന കാരണം. പിന്നെ അച്ഛൻ എന്ന് കേട്ടാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാവുന്നതാണ്. അച്ഛൻ എന്ന വ്യക്തിയുടെ പേര് കേട്ടാൽ അല്ലെങ്കിൽ ആ രൂപത്തിൻ്റെ നിഴൽ കണ്ടാൽ പേടിച്ച് മുറിക്കകത്ത് കയറി ഇരിക്കേണ്ടവരാണോ പെൺമക്കൾ എന്നത് എൻ്റെ ഒരു ചോദ്യചിഹ്നമാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഫാദർ എന്നല്ല, എൻ്റെ ഫാദർ ഡാഡി കൂളാണ് കേട്ടോ. ഹീസ് വെരി കൂൾ ആൻഡ് ഹീസ് സൂപ്പർ. അതല്ല, അങ്ങനെ ഒരു പേഴ്സണലി ഞാൻ ചോദിക്കുകയാണ്, അച്ഛൻ വീട്ടിലുള്ളപ്പോൾ കഥ വടച്ച് അകത്തിരുന്ന് മിണ്ടാതെ ശ്വാസം വിടാതിരിക്കുന്നതാണോ ഒരു പെൺമക്കൾക്ക് വേണ്ടത്? പുറത്ത് അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ശ്വാസം അടക്കി പിടിച്ച് ഒന്ന് മിണ്ടാൻ പോലും പറ്റാതിരിക്കുന്നതാണോ? അതോ അച്ഛൻ പറയണം എത്രത്തോളം മിണ്ടണം, എത്രത്തോളം ചിരിക്കണം, എത്രത്തോളം കരയണം, ഇതിനെല്ലാം നിയന്ത്രണം വെക്കുന്ന ഒരച്ഛൻ, അത് ആ ഒരു അച്ഛൻ്റെ കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ്റെ ആ ഒരു രീതി, സ്വഭാവം, അത് ശരിയാണോ? ഞാൻ അങ്ങനെ പേഴ്സണലി എനിക്ക് അറിയാവുന്നൊരു കുട്ടിക്ക് ഏകദേശം ഇതേപോലൊരു എക്സ്പീരിയൻസ്
ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ ഒപ്പം നിന്നത് ഏകദേശം കുറച്ചൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത്രയും വേണോ എന്ന് ചിന്തിക്കണം. നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് താഴെ കമൻറ്റ് ബോക്സിൽ റിട്ടേൺ ചെയ്തിടാവുന്നതാണ്. പിന്നെ എല്ലാവരും അവരവരുടെ അച്ഛന്മാരെ സ്നേഹിക്കുക. ഇപ്പോൾ ഞാൻ അച്ഛന്മാർക്ക് എതിരെയായിട്ടല്ല പറഞ്ഞത്. അച്ഛന്മാർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യുക, കുട്ടികളെ കുറച്ചുകൂടി മനസ്സിലാക്കുക. അച്ഛന്മാർ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫാദേഴ്സാണ്. അവർ അമ്മ ഗർഭം ധരിക്കുന്നതിനൊപ്പം ഹൃദയം കൊണ്ട് ഗർഭം ധരിക്കുന്ന ഒരാളാണ് തൻ്റെ അച്ഛൻ. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് തോന്നിയിട്ടുള്ളത്, എനിക്ക് എൻ്റെ ഫേവറേറ്റ് എൻ്റെ പപ്പ കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ നോ മോർ, ഇപ്പം ഇല്ല, ആളില്ല, ഹിസ് നോ മോർ. ആൾ പോയിട്ട് 3 വർഷമായി. പക്ഷേ ജീവിച്ചിരുന്ന കാലത്തോളം എന്നെ ഒരു ഗ്രാൻഡ് ഡോട്ടർ എന്നതിലുപരി സ്വന്തം ഡോട്ടറായിട്ട് തന്നെയാണ് നോക്കിയത്. എൻ്റെ ഡ്രീംസിന് വേണ്ടി ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്കഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നെ എപ്പോഴും കരുതുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് തന്നെയായിരുന്നു അപ്പച്ചനും. എൻ്റെ പപ്പയും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുപോലെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കുട്ടികളെ കൊണ്ട്, പെൺമക്കളെ കൊണ്ട് സ്കൂട്ടറിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ തന്നെ അവരൊന്ന് ചേർന്നിരുന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ തോന്നുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക. കാരണം അവരൊന്ന് ചേർന്നിരുന്ന്, അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോയി കഴിയുമ്പോൾ കയ്യിൽ പിടിച്ച് കൈയൊക്കെ ഒന്ന്, അച്ഛൻ്റെ കൈയൊക്കെ ഒന്ന് ആട്ടി തോളിലൊന്ന് ചാരി കൊഞ്ചി ഒന്ന് അച്ഛനോട് ചിരിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നതിൽ യാതൊരു തെറ്റും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളത് അത് കുട്ടികളുടെ സന്തോഷമാണ് അവരുടെ അച്ഛൻ്റെ കൂടെ. കാരണം അവരുടെ ഉള്ളിൽ അച്ഛൻ്റെ കൂടെ പുറത്തെവിടെയെങ്കിലും പോവുക എന്നുള്ളത് പല പെൺകുട്ടികളുടെ ഉള്ളിൽ എന്ന് നടക്കുമെന്ന് കരുതി കാത്തിരിക്കുന്ന ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റച്ഛന്മാരുമായിട്ട് താരതമ്യം നടത്തി എൻ്റെ അച്ഛൻ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കുന്നത് ഒന്ന് കുറയ്ക്കുക. നമ്മുടെ അച്ഛന്മാരും ഉണ്ട്, അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ പോലും അവരിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും. നമ്മൾ നമ്മുടെ അച്ഛന്മാരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അച്ഛന്മാരിൽ നിന്ന് വളരെ ബെറ്ററായ പുതിയൊരു അച്ഛനിലേക്കുള്ള പരകായ പ്രവേശനം ഉടൻ തന്നെ നടക്കാവുന്നതാണ്. നമ്മൾ ഈ മകൾ എന്ന സ്പേസിൽ നിന്ന് ഒരു അച്ഛൻ, ഒരു അമ്മ, അച്ഛൻ നമ്മളെ മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ആ അച്ഛനെ കൂടി നമ്മൾ തിരിച്ചൊന്ന് അങ്ങോട്ട് മനസ്സിലാക്കുക. അപ്പോൾ കുറച്ചുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്, ബൈ.